മട്ടന്നൂർ കല്ലേരിക്കരയിലെ കനാൽ പാലം അപകടാവസ്ഥയിൽ സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപിയും രംഗത്തെത്തി. പുതിയ പാലം വേണമെന്നാണ് ബിജെപിയുടെ ആവശ്യം. എന്നാൽ മുൻപ് പാലം ബലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധമുണ്ടായിരുന്നതായി നഗരസഭ. ഇറിഗേഷൻ അനുവദിച്ചാൽ പാലം നിർമ്മിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു. മട്ടന്നൂർ നഗരത്തിൽ കയറാതെ തലശ്ശേരി റോഡിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് ചെറുവാഹനങ്ങൾക്ക് പോകാനുള്ള എളുപ്പവഴിയാണ് കനാൽ റോഡ്. വീതി കുറഞ്ഞ റോഡ് പരമാവധി വീതി കൂട്ടി ടാറിംഗ് ചെയ്തപ്പോൾ ഈ റോഡിലുണ്ടായ പാലം അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. പാലത്തിന്റെ കൈവരികൾ നീക്കി സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടാനും ബലപ്പെടുത്താനും നഗരസഭ ശ്രമിച്ചിരുന്നെങ്കിലും അന്ന് പ്രതിഷേധത്തെ തുടർന്ന് ഒഴിവാക്കുകയായിരുന്നു. മാനന്തവാടി വിമാനത്താവളം റോഡ് വരുന്നതും ഇതേ വഴി ആയതും താൽക്കാലികമായി ഈ വിഷയം ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വാഹനങ്ങൾ ഇടിച്ചും മറ്റും കൈവരികൾ തകരുകയും മറ്റും ചെയ്തു. ഇതോടെയാണ് കഴിഞ്ഞ ദിവസം ബിജെപി മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. കനാൽ പാലത്തിലാണ് നമ്മളുള്ളത്. മട്ടന്നൂർ നഗരസഭയുടെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ മട്ടന്നൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മലയോര മേഖലയിൽ നിന്നാകെ കൊട്ടിയൂർ, അതുപോലെ തന്നെ ഇരിട്ടി, വയനാട് മേഖലകളിൽ നിന്നും തലശ്ശേരി മേഖലകളിൽ നിന്നും നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ, 10,000-കണക്കിന് വാഹനങ്ങൾ നിത്യേന എയർപോർട്ടിലേക്ക് കടന്നു പോകുന്ന ഒരു പാലമാണ് ഈ കാണുന്നത്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പാലത്തിന് അപകട ഭീഷണിയായിട്ടുള്ള ഈ പാലത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനവും ഒരുക്കുവാൻ മുൻപ് നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് റോഡ് വീതി കൂട്ടിയ സമയത്ത് കനാൽ പാലം പുതുക്കിപ്പണിയാൻ പ്രത്യേക എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഫണ്ട് അനുവദിക്കാമെന്ന് മട്ടന്നൂർ നഗരസഭാ ഭരണസമിതി ഉറപ്പു നൽകിയിരുന്നതാണ്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കനാൽ പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നുമാണ് ബിജെപി ആവശ്യപ്പെടുന്നത്. അതേസമയം മുൻപ് പാലം ബലപ്പെടുത്താനുള്ള പ്രവൃത്തി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധത്തെ തുടർന്ന് ഒഴിവാക്കുകയായിരുന്നെന്നും ഈ വർഷത്തെ പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിയാൽ നിർമ്മിക്കുമെന്നും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് സുഗമമായൊരു പാത ഒരുക്കാനാണ് നഗരസഭ ആലോചിച്ചത്. അങ്ങനെ ഒരു പ്രവൃത്തി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കുമ്പോഴാണ് അവിടെയുള്ള പ്രദേശത്തുള്ള ആളുകൾ ഇത് കാലപ്പഴക്കമുള്ളതാണെന്നും ഇതിനോട് ചേർത്ത് പുതിയ സ്ലാബ് ചേർത്ത് വെച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് പറയുകയും അങ്ങനെ പ്രവൃത്തി നിർത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രവൃത്തി നിർത്തിവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീടുള്ള വാർഷിക പദ്ധതികളിൽ ഈ പദ്ധതി തുടർന്ന് വെക്കാൻ സാധിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ആ പ്രവൃത്തി നടത്താൻ സാധിക്കാത്ത സാഹചര്യം വന്നത്. ഇപ്പോൾ വിമാനത്താവളത്തിലേക്കുള്ള മാനന്തവാടിയിൽ നിന്ന് വരുന്ന പാത കടന്നു പോകുന്നത് ഇതേ പാലത്തിലൂടെയാണ്. അപ്പോൾ അത് വർഷങ്ങളായി അതിൻ്റെ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് നഗരസഭ ഒരു പുതിയ പാലത്തിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ വിമാനത്താവള റോഡിൻ്റെ അധികൃതർ ഞങ്ങൾ പുതിയ പാലം അവിടെ നിർമ്മിക്കുന്നു പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കായിരുന്നു. അവരുടെ DPR-നകത്ത് അതുണ്ട്. പക്ഷെ അതിങ്ങനെ അനന്തമായി വൈകുന്ന സാഹചര്യത്തിൽ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഒരു ഫണ്ട് ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് പുതുക്കി പണിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ പേരിൽ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കൂടി ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിജെപി പ്രതിഷേധം മണ്ഡലം പ്രസിഡന്റ് സജു കിളിയങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം PK രാജൻ അധ്യക്ഷനായി. നേതാക്കളായ MV ശശിധരൻ, അഭിജിത്ത് മേക്കാംപൊയിൽ, മനോജ്, M അരവിന്ദൻ, ശരത് കോതേരി, M മഹേഷ്, T വിവേക് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.